നികേഷ് സാർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ സമരം, ആ സമരത്തിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നതുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം വന്യമൃഗ ശല്യം, അതിൽ ജീവൻ പൊലിഞ്ഞത് ഒക്കെ വയനാട്ടിൽ നമ്മൾ കണ്ടിട്ട് അധികമായില്ല. ഇവിടെ മൂന്നാറിൽ തന്നെ നോക്കൂ. മൂന്നാറിൽ കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 26-ാം തീയതിയാണ് ഓട്ടോ ഡ്രൈവർ മണി മരിച്ചത്. ഫെബ്രുവരി 26 കഴിഞ്ഞ് ഇന്ന് 4-ാം തീയതിയായി. ഇന്ന് ഇന്ദിരയുടെ മരണം സംഭവിക്കുന്നു നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ. അപ്പോൾ അന്നൊരു പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അതിൻ്റെ തുടർച്ച കാണുന്നത് ഇന്ന് മാത്രമാണ്. ഇപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഏത് വിഷയം കിട്ടിയാലും അത് കത്തിച്ചു നിർത്താൻ തന്നെയായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇന്ന് കോതമംഗലം ടൗണിലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ഡീൻ കുര്യാക്കോസ് MP, സിറ്റിംഗ് MP ആണ്. മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അതിൽ നടു റോഡിലേക്ക് മൃതദേഹം കൊണ്ടുവന്നുള്ള പ്രതിഷേധം അത് ആദ്യമായല്ല നമ്മൾ കാണുന്നത്, പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയ ശേഷമായിരിക്കും ആ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇതിൽ രാവിലെ 9 മണിക്കാണ് 9 മണിയോടെയാണ് ഈ ആക്രമണം. ഇന്ദിര എന്ന 72-കാരി, ഒരു വൃദ്ധയാണ്, അവർക്ക് നേരെ ഉണ്ടാകുന്നത്. അവർ ആനയുടെ മുന്നിൽ പെട്ടുപോകുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയാണ്. ഇതിൽ നോക്കൂ, മാത്യു കുഴൽനാടിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നാണ്. മാസപ്പടി വിവാദം കത്തിക്കുന്നു, SFIO അന്വേഷണം വരുന്നു. അതിനുശേഷം അടുത്തതായി ഈ വന്യമൃഗശല്യത്തിന്മേലുള്ള വിഷയം. ഇടുക്കിയിൽ ഏറ്റവും കൂടുതലായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്ന് വന്യമൃഗ ശല്യം തന്നെയാണ്. ഇടുക്കി മാത്രമല്ല, വയനാട്ടിലും. അപ്പോൾ കോൺഗ്രസ് കൃത്യമായി അത് പ്രധാന ചർച്ചാ വിഷയമാക്കി ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനായി ശ്രമിക്കും. അടുത്ത ദിവസങ്ങളിലും ഈ സമരം തുടരും. അതുകൊണ്ട് തെരുവിൽ നിന്ന് തിരിച്ചു കയറില്ല എന്നാണ് എൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. രണ്ടാമത്തേത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലേക്കുള്ള മാർച്ചാണ്. ആ മാർച്ച് അക്രമാസക്തമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 തവണ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നുണ്ട്. പോലീസിന് നേരെ കല്ലേറുണ്ടാകുന്നുണ്ട്. അതായത് അവിടെയും കൃത്യമായി ഒരു അക്രമോത്സുകമായ പ്രതിഷേധത്തിലേക്ക് അത് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. MSFന്റെ മാർച്ചിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുണ്ട്. നാളെ വിദ്യാഭ്യാസ ബന്ദാണ്. ഒരുപക്ഷെ നാളത്തെ സമരം കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ കാണേണ്ടതുണ്ട്. നിരാഹാര സമരം KSU വയനാട് ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയത് അത് തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുന്നു. അങ്ങനെ കൃത്യമായി സമരത്തിൻ്റെ ഒരു ചങ്ങല അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ ഒരു സമര പകലാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതുവരെ ഉണ്ടാകാത്ത ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 8 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ തുടർഭരണം അടക്കം എടുത്തു നോക്കുമ്പോൾ ആ കഴിഞ്ഞ 8 വർഷത്തെ ധന മാനേജ്മെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റായി മാറുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ 50,000 രൂപ പരിധി പിൻവലിക്കുന്നതിന് വെച്ചുകൊണ്ട് ശമ്പളം കൊടുത്തു തുടങ്ങിയെന്നാണ് പറയുന്നത്. അക്കൗണ്ടിൽ വന്നു, പക്ഷേ കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാർ നിൽക്കുമ്പോൾ അതൊരു വലിയ ശതമാനമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട, സർക്കാരിന് വോട്ടിൽ പ്രതീക്ഷയുള്ള ആളുകൾക്കാണ് ഈ ശമ്പളം മുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറാൻ പോവുകയാണ്. 3 ദിവസം കൊണ്ട് ഈ ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കാൻ ഏത് രീതിയിലാണ് ഈ നിയന്ത്രണം കൃത്യമായി എടുക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ നിക്ഷേപങ്ങൾക്കടക്കം 50,000-ൻ്റെ പരിധി ഒക്കെ വരുമ്പോൾ ആളുകൾ പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത്. ശമ്പളത്തിനും പെൻഷനുമാണ് പരിധിയെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഞാൻ കരുതുന്നത് ഈ ട്രഷറിയിലെ കൗണ്ടർ വഴി കൂടുതലായി പണം കിട്ടില്ല എന്ന് വരുമ്പോൾ അത് നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും ബാധകമാകാനുള്ള ഒരു സാധ്യത അവിടെ കാണേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രവൃത്തി ദിനങ്ങൾ ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം. പിന്നീടുള്ള പ്രവൃത്തി ദിനങ്ങളിൽ ഇന്നാകുമ്പോഴേക്കും 4-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും പ്രവൃത്തി ദിനങ്ങൾ കടന്നു പോകുമ്പോൾ അടുത്ത ദിവസമാകുമ്പോൾ ഈ പണം എടുത്ത് ഒന്നിച്ച് ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കുന്നവർ ഉണ്ടാകാം. അപ്പോൾ 3.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നു, അല്ലെങ്കിൽ മുഴുവനായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ പ്രകോപിതരാക്കും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ സർ പറഞ്ഞ വിരുന്നിൻ്റെ കാര്യം, ആ വിരുന്ന് നൽകുന്നതിനെ അവർ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പണം നൽകാനില്ലാത്തപ്പോഴാണോ ഇത്, ഞങ്ങൾക്ക് ശമ്പളം നൽകാനില്ലാത്തപ്പോഴാണോ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിരുന്നൊക്കെ അത് സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിസന്ധി നിങ്ങൾ എപ്പോൾ പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ പ്രതിസന്ധി പരിഹരിക്കുമെന്നുള്ളൊരു മറുപടി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടുതൽ ആളിക്കത്തിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. പിന്നെ ഈ പെൻഷൻ തുക കിട്ടിയതാർക്കൊക്കെയാണെന്ന് നോക്കിയാൽ ട്രഷറി സേവിങ്സ് ബാങ്ക് TSB, ആ അക്കൗണ്ടിലൂടെ ശമ്പളം വാങ്ങുന്ന ഒരു വിഭാഗം ജീവനക്കാർക്ക് ഫെബ്രുവരിയിലെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്രഷറിയിൽ നേരിട്ടെത്തി വാങ്ങുന്നവർക്ക് കഴിഞ്ഞ മാസത്തെ പെൻഷൻ തുക അത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ETSB ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്, എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് അക്കൗണ്ട്. ETSB വഴി ശമ്പളം വാങ്ങുന്നവർക്ക് കിട്ടിയിട്ടില്ല. അതവർ വലിയ
വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ചും പ്രതിപക്ഷ സംഘടന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അത് വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് എന്താണ്? സംസ്ഥാന ബജറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പറയുന്നത് ബജറ്റിന്റെ കണക്കനുസരിച്ച് വരുമാനത്തിന്റെ 51% ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള പെൻഷന് വേണ്ടിയുമാണ് ചെലവിടുന്നത് എന്നാണ്. അപ്പോൾ 68,282 കോടി രൂപയാണ് 2023-24 സാമ്പത്തിക വർഷത്തിലേക്ക് നീക്കിവെച്ചിരുന്നത്. ഇപ്പോൾ പ്രതീക്ഷിത ചെലവ് 1.76 ലക്ഷം കോടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു അറൗണ്ട് 40% വരും ഇത്. അപ്പോൾ 100 രൂപയിൽ 40 രൂപ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവിടുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിട്ട് ആ 100 രൂപയിലെ 40 രൂപ പോലും കൊടുക്കാനില്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ എന്ത് ധന മാനേജ്മെൻ്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷത്തിനൊപ്പം ജനം നിൽക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഡ്വാൻറ്റേജ് മാറും. അത് കോൺഗ്രസിനായാലും BJPക്കായാലും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിയത് ഒരു വലിയ വിഷയമാകും. മറ്റേത് രണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ എടുത്തുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ശമ്പളം മുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ പോകുന്നത്. പ്രതിപക്ഷം തെരുവിൽ തന്നെ തുടരും എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.